ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജോസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ജെറിൻ. ഞങ്ങൾ പാലാരൂപത ഇടമറുക് ഇടവകമാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 22 അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോകുമ്പം അതിനു മുമ്പ് ഞാനിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട് മമ്മിയുടെ കൂടെ, ഒരു 2016. പക്ഷേ അന്ന് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ മമ്മിയോടൊട്ട് ചോദിച്ചിട്ടുമില്ല. രാവിലെ മമ്മി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ ഉറക്കം തെളിഞ്ഞ് കിടക്കുവാണെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് കൂടുമെന്നോ അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ആരും എന്നോട് ഉടമ്പടിയെക്കുറിച്ചോ കൃപാസനത്തെക്കുറിച്ചോ ഒന്നും പറയാതെ തന്നെ, ഞാനൊരു സാക്ഷ്യവും കേട്ടില്ല, ഒന്നും കേൾക്കാതെ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക, കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് ഫെയിൽഡായി പോവുക. ഒരു തരത്തിലും എനിക്ക് അതിൽ നിയോഗം സമർപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനം എനിക്ക് തോന്നി മാതാവ്, ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കണമെന്നായിരിക്കും മാതാവിൻ്റെ ഇഷ്ടം, അതുകൊണ്ടായിരിക്കും എന്നോർത്ത് പിന്നീട് എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഉടമ്പടി എടുക്കാൻ വരുന്നോടം വരെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ കൂടെ വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് അന്ന് പിറ്റേ ദിവസം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലുമോ എന്നിങ്ങനെ സംശയിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ രാവിലെ എന്നെ വിളിച്ചേക്കണം, ഞാൻ എണീക്കുമോയെന്നറിയില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ അന്ന് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം 5:15 റൂമിൻ്റെ കതകിൽ അതിശക്തമായ രീതിയിൽ ഭയങ്കരമായിട്ട് തട്ടി. ഞാനും ഹസ്ബൻഡും, അന്ന് എൻ്റെ കുഞ്ഞിന് ഒന്നര വയസ്സ് പോലും ആയിട്ടില്ല, അത്രയും പ്രായം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ആ വീട്ടിലില്ല. അതും റൂമിൻ്റെ ഡോറിലാണ് വന്ന് മുട്ടിയത്. അത് ഞാനും ഹസ്ബൻഡും കൊച്ചും ഒരുപോലെ ഉറക്കം തെളിഞ്ഞു. 5:15 കറക്റ്റ് 5:30 എനിക്ക് പ്രാർത്ഥന ചെല്ലാനും പറ്റി. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. ഉടമ്പടി പ്രാർത്ഥന എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ എനിക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റാതായപ്പോഴത്തേനും കൊച്ചിന് കുറുക്ക് ലൂസാക്കി അങ്ങനെ രാത്രി കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവന് ഉറക്കമൊന്നും ശരിയാകുന്നില്ല. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാതെയായി. കറക്റ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന എല്ലാം പറ്റാതെയായി. ഞാൻ അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി. അത്രമാത്രം ആഗ്രഹിച്ച് മാതാവ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഉടമ്പടി എടുപ്പിച്ചിട്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഭയങ്കരമായിട്ട് വിഷമമായി. എന്നിട്ട് ഞാനന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നാൽ തൽക്കാലത്തേക്ക് നമുക്ക് ഉടമ്പടി സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് കൊച്ചിന് ഇച്ചിരി അറിവായി കഴിഞ്ഞിട്ട് അവനൊന്ന് പറഞ്ഞാൽ മനസ്സിലാവാറാകുമ്പോഴത്തേനും നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, അല്ലാതെ ഇങ്ങനെ തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് അന്ന് രാത്രി എനിക്ക് മാതാവ് എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വന്നു. ഞാനിങ്ങനെയാണ് കാണുന്നത്. ഞാൻ എന്തോ ഒരു ഹോസ്പിറ്റലിൽ എന്തോ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരും. അപ്പം ഒരു ടേബിളിൻ്റെ അറ്റത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് തലയിൽ ഷോളും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ആളിൻ്റെ അടുത്ത് വന്നിരുന്ന് പറയാണ്, ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ആൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഞാൻ ചോദിച്ചു, ഞാൻ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ, ഇത് എന്നതാ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വചനം എഴുതുവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഏതാ വചനം എന്ന് ചോദിച്ചു. അപ്പോൾ ആ പേപ്പർ എന്നെ എടുത്ത് പൊക്കി കാണിച്ചു. ആ പേപ്പറിൽ ഇങ്ങനെ വചനം ഇങ്ങനെ താഴെ ഇങ്ങനെ നമ്പർ ഇട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, റിപ്പീറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വലുതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ജോഷുവ 1:8. അതിപ്രകാരമായിരുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ചിന്തിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. അത് ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഞാനിങ്ങനെ ഇച്ചാന് വർക്കിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുക. അപ്പം എൻ്റെ മനസ്സിന് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുമ്പം ആ സിനിമയിലെ കഥകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഈ സ്വപ്നം വീണ്ടും എൻ്റെ മനസ്സിലോട്ട് വരിക. എന്നിട്ട് എന്നോട് ഇങ്ങനെ മനസ്സിലിരുന്ന് ആരോ പറയാണ്, നീ പോയി നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. അത് ഞാൻ ഇതെന്താ ഇങ്ങനെ സ്വപ്നം കാണുന്നോ, ഇതേക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ. അവസാനം ഞാൻ പോയി നോക്കാമെന്ന് വെച്ച് ഞാൻ പോയി ബൈബിൾ തുറന്ന് നോക്കിയപ്പം ഈ വചനം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. മാതാവ് സ്വപ്നത്തിൽ വന്നെന്ന് എനിക്ക് അന്നാലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെയൊക്കെ കണ്ടു എന്നൊക്കെ. ബൈബിളിൽ ഈ ജോഷുവ 1:8 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു.
ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് വേറൊരു വീട്ടിലേക്ക്, വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം 15 ദിവസമായപ്പോഴത്തേനും അവിടെ ആറ്റിൽ നിന്ന് വെള്ളം അടിച്ച് മുറ്റത്തേക്ക് ഇട്ടിട്ട് അത് കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നു അവിടെയുള്ളവർക്കെല്ലാം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ മോട്ടർ കേടായി പോയിട്ട് അവരോട് പറഞ്ഞിട്ട് അവർ മോട്ടർ ശരിയാക്കി തരാൻ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 1-2 മാസമായിട്ട് അന്വേഷിച്ചിട്ട് കിട്ടിയൊരു വീടായിരുന്നു അത്. അവസാനം 15 ദിവസമായപ്പോഴത്തേനും പോകേണ്ടി വന്നപ്പം ഒരു 5-6 ബ്രോക്കർമാരോട് പറഞ്ഞു വീടിൻ്റെ കാര്യം. അതവസാനം രക്ഷയില്ലാതെ വന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം, മാതാവിനോട് നേരിട്ട് വന്ന് പറയാം എന്ന് തോന്നി ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് എനിക്ക് തിരിച്ചു ചെല്ലുമ്പം ഞങ്ങൾക്കൊരു വീട് റെഡിയാക്കി തരണം, വെള്ളമില്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് ആ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴില്ല മാതാവ് അതിശക്തമായിട്ട് എന്നെ നോക്കി തിരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അത് നല്ല സൂചനയായിരിക്കുമെന്നോർത്ത് തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് ഞങ്ങളൊരു 3 വീട് കാണാൻ പോയി. അതിലൊരു വീട് റെഡിയായി. ഒരു കിണറിന് പകരം 2 കിണറും ഇഷ്ടം പോലെ വെള്ളവും. അങ്ങനെ ആ വീട് സെറ്റായി. 11 ദിവസം ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് മാറാൻ. അപ്പം ഈ കിണറ്റിലാണെങ്കിൽ ഒരു തവണ അടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. ഞാൻ അവിടെ ഉപ്പിട്ട്, ഞാൻ കിണറ്റിൽ കൊണ്ട് ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ 10 ദിവസമുണ്ട്, ആ 10 ദിവസത്തേക്കുള്ള വെള്ളം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അത് 1 വെള്ളം അടിക്കുന്നത്. അപ്പം 1 ദിവസങ്ങളിൽ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് മോട്ടർ ഓഫാക്കി കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്ന് നോക്കുമ്പം അതേപോലെ തന്നെ വെള്ളം ആ കിണറ്റിലുണ്ടാവും. അങ്ങനെ 10 ദിവസവും ഞങ്ങൾക്കുള്ള യൂസ് ചെയ്യാനുള്ള വെള്ളം കിട്ടി. 11ാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സമയം വരെയും ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാവരും ഇങ്ങനെ മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എപ്പോഴും കൊച്ചിനെ ഉറക്കാൻ കിടത്തുമ്പം തൊട്ടി കിടത്തിയിട്ട് ഞാൻ ജനൽ തുറന്നിട്ടിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മാതാവിനെ കാണാൻ പറ്റുന്നുണ്ടോ, മാതാവ് ഉണ്ടാവും അവിടെ എന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു, എന്നെ മാതാവ് കാണുന്നുണ്ടാവും, സ്വപ്നത്തിൽ വന്നതല്ലേ, അപ്പം മാതാവ് എന്നെ കാണുന്നുണ്ടാവും, ഞാൻ കാണുന്നില്ലെങ്കിലും സാരമില്ല എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലി വീടിന് ചുറ്റും നടക്കും. കൊന്ത ചൊല്ലി തീരുന്നതും വരെ ഒരു കൊന്തയെങ്കിലും ഞാൻ വീടിന് ചുറ്റും നടന്ന് ചെല്ലുമായിരുന്നു. ചുറ്റും നടന്ന് ചെല്ലി ഞാൻ ഈ മാതാവിനെ നോക്കുന്ന സ്പോട്ടിലെത്തുമ്പം എനിക്ക് ഒരു തവണയെങ്കിലും റോസാപ്പൂവിൻ്റെ സുഗന്ധം വരും. അത് ഉറപ്പായിട്ടും വരും എല്ലാ ദിവസവും. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവുണ്ട്, മാതാവിനെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവ് അവിടെ എവിടെയോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നീട് ഒരു തവണ ഇവിടെ വന്ന് ടോക്ക് കൂടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ടോക്ക് കൂടാനായിട്ട് ഞങ്ങൾ ഇവിടെയോട്ട് വന്ന വഴിക്ക് അത്ര ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ രാവിലെ ഞങ്ങൾ സ്കൂട്ടിക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 70 കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന്. ഞങ്ങൾ വന്ന വഴിക്ക് പാല എത്തിയപ്പോഴത്തേനും വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയി, വണ്ടി നിന്നുപോയി, പോരാൻ പറ്റിയില്ല. അപ്പോൾ ആ സ്ഥലത്ത് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ വിളിച്ചു, കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പം ഫ്രണ്ട് വന്നു. അപ്പോൾ അത് സ്കൂട്ടിയും കൊണ്ടാണ് വന്നേ. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ സ്കൂട്ടിയും കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ടോക്ക് കൂടി ഇറങ്ങിയപ്പം ഞാനിവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ കൂടെ വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു. ഞാൻ ഇച്ചാനോട് ചോദിച്ചു, സുഗന്ധം വരുന്നുണ്ടോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് ഞാൻ അവിടെ ഉപ്പ് മേടിക്കാനൊക്കെ ആയിട്ട് പോയി നിന്നപ്പം അവിടെയും സുഗന്ധം വന്നു. അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് കൂടെ വരുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പായി. അത് കഴിഞ്ഞ് ഇച്ചാൻ്റെ കാൽമുട്ടയിൽ 15 വർഷത്തോളമായിട്ട് കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ഈ വിരലിൻ്റെ പകുതിയോളെന്ന് പറഞ്ഞ പോലെ ഒരു എല്ലിങ്ങനെ സൈഡിലേക്ക് ഉന്തി നിൽക്കുമായിരുന്നു. ഇനി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ പേടി തോന്നുമായിരുന്നു. എന്നിട്ട് ഞാനത് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടനെ എന്ന് പറഞ്ഞ പോലെ തൈലം തൂത്ത് എല്ലാ ദിവസവും കുരിശ് വരച്ച് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇച്ചാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, വേദനയൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കാൽമുട്ടിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അന്നേരം ഇച്ചാൻ ഓർക്കുന്നത്, ശരിയാണല്ലോ കാൽമുട്ടിന് വേദന ഉണ്ടായിരുന്നല്ലോ എന്ന്. 15 വർഷത്തോളമായിട്ടുള്ളതാണ്. അപ്പം നോക്കുമ്പം അങ്ങനെ ആ എല്ലുന്തി നിന്നത് അവിടെ ഇല്ലെന്ന് മാത്രമല്ല, ആ വേദന പിന്നീട് വന്നിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായ പള്ളികളുണ്ട്. അവിടെ ഇപ്പം അക്രൈസ്തരായിട്ടുള്ള സഹോദരങ്ങളെല്ലാം അങ്ങനെയുള്ളവരൊക്കെ വരുന്നതാണ് അവിടുത്തെ നൊവേനയ്ക്കും അങ്ങനെയൊക്കെ. ആ സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടുപോയി പത്രം കൊടുക്കും. അതുപോലെ ഹോസ്പിറ്റലുകളിലൊക്കെ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് പോകും. കാരുണ്യപ്രവൃത്തിയായിട്ട് ആദ്യം ചെയ്തിരുന്നത് അവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് ഇപ്പം അവിടെ അടുത്ത് പാലായിൽ ഈ മാനസിക രോഗികളെ നോക്കുന്ന ഒരു കേന്ദ്രമുണ്ട്, ഒരു മരിയസദനം എന്ന് പറയും. അവിടെ ഞങ്ങൾ അരി മേടിച്ച് മാസത്തിലൊന്നെങ്കിലും അരി മേടിച്ച് കൊടുക്കാനായിട്ട് നോക്കാറുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് 3 വർഷമായിട്ട് പപ്പായുടെ സഹോദരങ്ങളോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് അവരെ കാണുന്നതും ഇഷ്ടമല്ല, അവരോട് സഹകരിക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ പപ്പായെ കൊണ്ട് പോലും മിണ്ടിക്കാൻ സമ്മതിക്കുകയില്ല. പപ്പ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പപ്പായും അത് വേണ്ടെന്ന് വെച്ചു. അവസാനം ഞാൻ എപ്പോഴും മാതാവിനോട് ഞാൻ ചോദിക്കും, ഞാൻ ഇത്ര എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും മാതാവ് എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊന്നും സാധിച്ചു തരാത്തത് എന്നോർത്ത് ഞാൻ പറയും. എന്നിട്ട് മമ്മി എന്നോട് പറഞ്ഞു, നീ ക്ഷമിക്കാനുള്ളവരോട് ആദ്യം ക്ഷമിക്ക്, എന്നിട്ട് നീ പ്രാർത്ഥിക്കുക, അപ്പോൾ എല്ലാ കാര്യവും നടക്കും എന്ന് പറയും. അപ്പോൾ അച്ഛന് ടോക്കിനിടയ്ക്കാണെങ്കിലും ടോക്കിൽ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തെ തെറ്റുകൊണ്ടായിരിക്കില്ല, എങ്കിൽ പോലും നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, അപ്പം നമ്മൾ വേണം ക്ഷമിച്ച് അവരോട് മിണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, അച്ഛൻ അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, പക്ഷേ ക്ഷമിക്കേണ്ടത് ഞാനല്ലേ, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയാം. ഞാൻ മാതാവിനോട് പറയായിരുന്നു, ക്ഷമിച്ചിട്ട് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു തരണമെന്നൊക്കെ ഞാൻ മാതാവിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാതാവിനോട് ഇത്രയും പറഞ്ഞിട്ട് ഞാനിരുന്ന് കരയുകയും ചെയ്യും. അവസാനം ഞാൻ പോലും അറിയാതെ ഞാനത് നിയോഗത്തിൽ വെച്ചു, ക്ഷമിക്കാനുള്ള കൃപ തരണേന്ന്. അത് കഴിഞ്ഞ് കുറച്ച് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ അവരോട് ക്ഷമിച്ചെന്നോ അവരോട് മിണ്ടിയെന്നോ ഒന്നും അറിയത്തില്ല. എല്ലാവരുടെയും വീട്ടിൽ രാത്രിയിൽ വണ്ടി വിളിച്ച് എല്ലാ വീടുകളിൽ 6 സഹോദരങ്ങളുണ്ട്, 6 പേരുടെ അടുത്തും എല്ലാ വീടുകളിൽ കൂടെയും പോയി എല്ലാവരോടും സംസാരിച്ചു, പിണക്കമൊക്കെ മാറ്റി. അതിനുശേഷമാണ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ തുടങ്ങിയത്. കൃപയുടെ കടന്നുവരവിന് തടസ്സമായിട്ടുള്ളത് എന്താണെന്ന് പരിശുദ്ധ അമ്മ തന്നെ ബോധ്യപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം അവസാനിച്ചപ്പോൾ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തത് അത് തന്നെയാണ്. കാരണം ഇതെങ്ങനെ നടന്നു എന്നറിയില്ല, ഇതെൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ പോലും അറിയാതെ. അപ്പം ഒരു ഉടമ്പടിയിൽ ഇരിക്കുന്നൊരു വ്യക്തി എന്ത് നിയോഗം വെക്കണം, എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് മാതാവ് തന്നെ വ്യക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളൊരു സാന്നിധ്യവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും കൂടെ ആയപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ജീവിതത്തിൽ എൻ്റെ നിയോഗങ്ങൾ സാധിക്കുവാനായിട്ട് അനുരഞ്ജനത്തിൻ്റെ ഈ പാത വളരെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയിൽ നമ്മുടെ പലരുടെയും അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതുപോലെ അനുരഞ്ജനപ്പെടാത്ത അവസ്ഥയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അപ്പോൾ മാതാവിൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞ ഈ സാക്ഷ്യത്തെപ്പറ്റി നമുക്കെന്ന് പറയാം. ഒപ്പം മറ്റ് സൗഖ്യത്തിൻ്റെ കാര്യവും ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും, രണ്ടുപേർക്കും അനുഭവവും ഉണ്ട് താനും. അപ്പം ഈ ഒരു സാക്ഷ്യത്തെ പ്രതി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.